അപ്പൊ അതാ പറഞ്ഞു വക്കഥ ഇതുപോലെ എന്ന് പറഞ്ഞാല് ഓരോ ഫർളിനിക്കും ദായിമുൽ ഹദസിന് വുളു നിർബന്ധമാണ് എന്ന് പറഞ്ഞതുപോലെ എന്തും നിർബന്ധമാണ് ഖസ്ലുൽ ഫർജി ഗുഹ്യസ്ഥാനം കഴുകണം. വൈബദാലിൽ ഖുത്നത്തി അവിടെ വെച്ചിട്ടുള്ള പഞ്ഞ് പകരമാക്കണം. അല്ലത്തി ബിഫമിഹി ആ ഫർജിന്റെ വായഭാഗത്തുള്ള ആ പഞ്ഞിയെ പകരമാക്കണം. വലിസാബത്തി വെച്ച് കെട്ടിന് കാരണം അതൊക്കെ ഇപ്പോ ഒന്ന് കഴിഞ്ഞപ്പോ അത് നജസിൽ മുങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ട് അതൊക്കെ പകരമാക്കണം. വൈലം തസുൽ ആ ഇസാബത്ത് നീങ്ങിയിട്ടില്ലെങ്കിലും ശരി അൻ മൗലിയ ആ വെച്ച് കെട്ടുന്ന ശീല കടലാസ് ഉണ്ട്, ശീല ഉണ്ടല്ലോ അത് അൻ മൗലിയ ഇസാബത്തിന്റെ സ്ഥലത്തിൽ നിന്ന് അത് നീങ്ങിയിട്ട് ഇല്ലെങ്കിലും ശരി എന്തായിരിക്കണം, അതിനെ പകരമാക്കണം. വാലാനഹി സെൽസിൻ അപ്പൊ സെൽസ് പോലത്തവരെ പേര്, അതായത് യക്കീനായിട്ട് എന്തുണ്ട് ഇവന് മൂത്രവാർച്ചയുണ്ട്, അങ്ങനത്തെ ആള് മുബാദറത്തുബി സ്വലാത്തി എന്നാണ്, നിസ്കാരം കൊണ്ട് ഉളരണം. ഇനി ആലോചിച്ച് നിൽക്കാൻ സമയമല്ല, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ എന്തായിരിക്കണം, സ്വന്താണെങ്കിൽ അങ്ങനെ, അതല്ല ഇനി ജമാഅത്തിന് വരികയാണെങ്കിൽ ജമാഅത്ത് തുടങ്ങാനുള്ള കുറച്ച് ടൈം മുമ്പായിട്ട് ഒളു ചെയ്തുകൊണ്ട് കയറുക. എന്നിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഞാൻ അവിടെ വരും. സുന്നത്ത് റവാത്തിബിന് മുമ്പ് നിസ്കരിക്കാം, കുഴപ്പമില്ല. എന്നിട്ട് ജമാഅത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് വല്ലാതെ വൈകാതെ ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം എന്നാണ് വേണ്ടത്. ഇനി മാത്രമല്ല ഇനി സ്വന്തമാണ് വീട്ടിൽ നിന്നാണെങ്കിലും സമയം ആയാൽ പിന്നെ കുറയാണ്ട് നീണ്ടു പോണ്ട, പെട്ടെന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് മസല എന്ന അഭിപ്രായം എന്ന് മനസ്സിലാക്കണം. ഇനി ഫലോ അഖറലി മസ്ലഹത്തി, അതാ ഞാൻ പറഞ്ഞത്. ഫലോ അഖറലി മസുലത്തിഹ ആ നിസ്കാരത്തിന്റെ ഒരു മസ്ലഹത്തിന് വേണ്ടി പിന്തിക്കപ്പെട്ടാൽ ഏതുപോലെ കെന്തിലാറ് ജമാഅത്ത് കുറച്ച് ഞാൻ നിസ്കരിക്കും, അതിന് വേണ്ടിയിട്ട് ജമാഅത്തിനെ പ്രതീക്ഷിക്കും പോലെ, ഔ ജുമുഅത്തിനട് ജുമയെ പ്രതീക്ഷിക്കും പോലെ, അങ്ങനെ ആണ് എങ്കിൽ എന്തില്ല, കുഴപ്പമില്ല, അതിന് നമുക്ക് ചെയ്യാം. വൈൻ ഉഖിറത്ത് അൻ അവലിൽ വക്തി, അതായത് ആദ്യ സമയത്ത് തൊട്ട് പിന്തിച്ചാലും ശരി, കുഴപ്പമില്ല എന്നാണ്. പക്കത അതുപോലെ തന്നെ അങ്ങനെ പിന്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ജവാബ് വരുന്നേ ഉള്ളൂ. മസ്ലഹത്തിന് വേണ്ടി പിന്തിച്ചു, അല്ലെങ്കിൽ ആദ്യ സമയത്തിനെ തൊട്ട് പിന്തിക്കപ്പെട്ടാലും ശരി, കുറച്ച് സമയം അവിടെ എടുത്തു. ഒക്കത ഇതുപോലെ തന്നെ, അതായത് ഇന്തിലാറ് നമ്മൾ പറഞ്ഞില്ലേ, ജമാഅത്തിന് പിന്തിരിക്കുക എന്നുള്ളത് പോലെ തന്നെയാണ്. വക്ക ദഹാബിൻ ഇലാ മസ്ജിദിൻ, വക്ക ദഹാബിൻ ഇലാ മസ്ജിദിൻ, പള്ളിയിലേക്ക് പോലെ, വക്കത എന്നല്ല, വക്ക ദഹാബി ഇലാ മസ്ജിദിൻ, പള്ളിയിലേക്ക് പോകും പോലെ, വീട്ടിൽ നിന്ന് ഒന്നുണ്ടാക്കിയിട്ട് പള്ളിയിലേക്ക് കണ്ടെത്താൻ കുറച്ച് സമയം കിട്ടുമല്ലോ. അങ്ങനെയുള്ള ആ ചെറിയ പിന്തലുകളൊക്കെ ആകുന്നത് ആ നിലക്കുള്ള പിന്തലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ജവാബ് ലം യദുർറഹു, ആ ദായിമുൽ ഹദസിന് അത് ബുദ്ധിമുട്ടാക്കുകയില്ല, അങ്ങനെ പിന്തുന്നതിന് കുഴപ്പമില്ല എന്നതാണ് മസ്അല എന്ന്. ഇപ്പോൾ 5 കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഫുറൂദാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഭാവന വെച്ചാല് 60-70% ഒരു ലന്ന് വരണം, എന്ത് ഭാവന, എന്നിട്ട് സമയമായിട്ടുണ്ട് എന്ന്. അതാണ് ലഹു ദായിമുലാസിനക്ക് ഷർത്താണ്, നിബന്ധനയാണ്. ഐലൻ ഈ പറഞ്ഞതുപോലെ തന്നെ ലന്ന് ദുഹൂലി സമയം പ്രവേശിച്ചു എന്ന് അറിയണം. അതെപ്പോഴാണ് ഇഷ്തിബാഹ് ഉണ്ടാകുന്ന സമയത്ത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഫലായത്തവല്ലോ ഇവർ വൊളു എടുക്കാൻ പാടില്ല. ആരെ പോലെ സ്ഥിതിരിക്കൽ മുത്തയമ്മി തായ്മ ചെയ്ത് നിസ്കരിക്കുന്നതിനെ പോലെയായ സ്ഥിതിയിൽ എന്തിനു വേണ്ടിയിട്ട് ഫഹമൊക്കെ ചെയ്യുന്നു, ഫർദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഔ നഫലും മുവക്കത്തിൻ സമയം നിശ്ചയിക്കപ്പെട്ട നഫല് സുന്നത്ത് നിസ്കാരങ്ങൾ കബില വക്തി ഫിഅലിഹി ആ സുന്നത്തിനൊക്കെ പ്രവർത്തിക്കൽ അനുവദനീയമായ ടൈമിന്റെ മുമ്പ് അതിനെ നമുക്ക് ഒതുക്കാൻ പാടില്ല. അപ്പോ മോക്കത സുന്നത്തുകൾ ഉണ്ടല്ലോ, സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്തുകൾ നമുക്ക് നിസ്കരിക്കണം. ആ സുന്നത്തുകൾ നിസ്കരിക്കപ്പെടുന്ന സമയത്ത് അത് പ്രവർത്തിക്കാനുള്ള ടൈം, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത്, ശേഷമുള്ള സുന്നത്ത്, അങ്ങനെ ഉണ്ട്. ളുഹാ നിസ്കാരം ഉണ്ട്, അതുപോലെ തഹജ്ജുദ് പള്ളി കയറിയാലുണ്ടാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിസ്കാരങ്ങളൊക്കെ ആവുന്ന സമയത്ത്, അതുപോലെ റവാത്തിബ് സുന്നത്ത്, അതൊക്കെ കാര്യമായിട്ട് എടുക്കണ്ടേ. ഇതിനൊക്കെ സമയം നിശ്ചയിച്ചാൽ ആ ഫർദ് കഴിഞ്ഞതിന് ശേഷമേ പറ്റുള്ളൂ. അപ്പോ അതിനും ഇത് ബാധകമാണ്. അപ്പോ മുവക്കത്തായ ഫർദ് കബല വക്തി ഫിഅലിഹി ആ ഒന്നുകൂടി ഫലാ യതവല്ലഹു, അപ്പൊ വുളു ചെയ്യാൻ പാടില്ല. കൽ മുത്തയമ്മി തയമ്മം ചെയ്യുന്നതിനെ പോലെ ആ സ്ഥിതിയിൽ എന്തിനു വേണ്ടി തയമ്മം ചെയ്യുന്നു, അല്ലെങ്കിൽ വുളു ചെയ്യുന്നില്ല ഫർദിന് വേണ്ടി, എന്തിനു വേണ്ടി തയമ്മം ചെയ്യുന്നു, ഫർദിന് വേണ്ടി. ഔ നഫലു മുവക്കത്ത് സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്തിന് വേണ്ടി. എപ്പോൾ വുളു ചെയ്യാൻ കബല വക്തി ഫിഅലിഹി
ആ നഫിലിനൊക്കെ പ്രവർത്തിക്കൽ അനുവദനീയമായ ടൈമിന് മുമ്പ് നമുക്കത് ചെയ്യാൻ പാടില്ല, വുളു ചെയ്യാൻ പാടില്ല. ഏതുപോലെ എന്തിനു വേണ്ടിയും വുളു ചെയ്യാൻ പാടില്ല. വലി സ്വലാത്ത് ജനാസത്തിൽ മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടിയും ഏത് പാടില്ല, വുളു ചെയ്യാൻ പാടില്ല. എപ്പോൾ? ഖബലൽ ഗുസ്ലി മയ്യത്തിനെ കുളിപ്പിക്കുന്നതിന് മുമ്പ്. വ തഹയ്യത്തിൻ തഹയ്യത്തിന് വേണ്ടിയും വുളു ചെയ്യാൻ പാടില്ല. ഖബല ദുഖൂലുൽ മസ്ജിദ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. അപ്പൊ പള്ളിയിൽ പ്രവേശിച്ച് ഒന്നാം സഫിൽ പോയി നിന്നുകാണ്ട് ഒരു ജവന വെള്ളം കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ഉണ്ടാക്കണം നല്ല ഈ പറയണത്. പള്ളി എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി വരുന്നു, ആ ടൈമിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ ആ പള്ളിയിൽ കടന്നതിന് ശേഷം പിന്നെ പുറത്തിറങ്ങിയിട്ട് ഉണ്ടാക്കുക, പിന്നെ പള്ളിയിലേക്ക് കടക്കുക. അപ്പൊ പിന്നെ മറ്റേ നമ്മൾ മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കല്യാണം പറഞ്ഞ മാതിരിയായി എന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ കബല ദുഖൂലിൽ മസ്ജിദ് പള്ളിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്നത് പിന്നെ അതിന് മുമ്പ് താഴിയത്തിന് വേണ്ടിയൊക്കെ വുളു ചെയ്യല് ഏതായാലും അനുവദനീയമല്ല. അപ്പൊ അതിന്റെ ടൈം പ്രവേശിക്കുന്നത് എപ്പോഴാണ് പ്രവേശിക്കുന്നത്. അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് വന്നു, പള്ളിയിലേക്ക് കിടക്കാൻ നിൽക്കണം, അപ്പൊ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യം നിസ്കരിക്കാം. വലിയ റവാത്തിബ് നിസ്കാരം അതിൽ മുതഅഖിറത്തി പിന്തിയ റവാത്തിബ് സുന്നത്തുകൾ ദുഹറിന് ശേഷമുള്ള, അതുപോലെ തന്നെ മഗ്രിബിന്റെ ശേഷമുള്ളതൊക്കെ. ഖബല ഫൈലിൽ ഫർദ് ഫർദിനെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അതിനുവേണ്ടി വുളു എടുക്കാൻ പാടില്ല. കാരണം അത് ഇപ്പോ അതൊരു വിശദീകരണം നന്നാണ്. ഫർദിനെ പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ ഫർദിന് വേണ്ടി എടുത്ത വുളു മതി, ഇത് നിസ്കരിക്കാണ്. സുന്നത്ത് അത്രയും നിസ്കരിക്കാലോ, ഫർദേ പറ്റാത്തുള്ളൂ. അപ്പൊ പിന്നെ ഇങ്ങനൊരു വിഷയമുണ്ട്. അപ്പൊ ഒരു ഖത്തീബ് ഖുതുബ ഓതാൻ വേണ്ടി അയാൾക്ക് ഈ പ്രശ്നമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അയാള് എത്ര വുളു എടുക്കണം? ഖുതുബക്കും വുളു വേണം, നിസ്കാരത്തിനും വേണം. അപ്പൊ ഖുതുബക്ക് ഒരു വുളു എടുക്കുക, പിന്നെ എന്തിനും എടുക്കുക? നിസ്കാരത്തിനും ഒരു വുളു എടുക്കണം. അപ്പോ വലസിമ വുളു ആനി രണ്ട് വുളു നിർബന്ധമാണ്. ആരമേൽ നിർബന്ധമാണ്? അലാ ഖതീബി ദായിമുൽ ഹദസി ദായിമുൽ ഹദസായ ഖുതുബോദന ആളുമേല്. എന്തിന് രണ്ടെണ്ണം? അഹദുഹുമാ അതിൽ ഒന്നാമത്തിൽ ഖുതുബത്തിന് രണ്ട് ഖുതുബക്ക്, വല്ലാഖറു മറ്റേത് ബഅദഹുമാ ഇതിന്റെ ശേഷം രണ്ട് ഖുതുബിന്റെ ശേഷം വേണം. എന്തിനു വേണ്ടിയിട്ടാണ് ആ വുളു ചെയ്യേണ്ടത്? സ്വലാത്ത് ജുമുഅത്തിന് ജുമുഅ നിസ്കാരത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ജുമുഅ ഖുതുബ കേൾക്കാൻ വേണ്ടി വന്ന ആളുണ്ടല്ലോ, നമ്മളവിടെ ഇരിക്കുന്ന ആളുകൾ, അതായത് പിന്നെ നിസ്കാരത്തിൽ ജുമുഅക്ക് നിൽക്കുന്ന ആളുകൾ, അവരിൽക്ക് ആർക്കെങ്കിലും സെൽസോ മറ്റേതോ ഉണ്ട്, ഓരോ വുളു ചെയ്ത് കഴിഞ്ഞ് ഇനി ഇമാമിന്റെ മാതിരി അവർ രണ്ടാമത്തെ വുളുവിന് പോണോ? അത് വേണ്ട, അവർക്ക് അവിടെ ഇരിക്കാം. ഇമാമിന് ഖുതുബയാണ്, അത് നിർബന്ധമുള്ളതാണ്, അതിന് വുളു ഷർത്താണ്. അതുകൊണ്ടാണ് അയാൾക്ക് രണ്ട് വേണമെന്ന് പറഞ്ഞത്. വയക്ഫി വാഹിദുൽ ലഹുമാ ലിഗൈരിഹി അപ്പോ ഈ പിന്നെ ഖതീബ് അല്ലാത്തവർക്ക് ഒന്ന് മതിയാകും. വയജിബു അലൈഹി ആ ദായിമുൽ ഹദസിന്റെ മേൽ നിർബന്ധമാണ് അൽ വുളു വുളു എടുക്കണം. ലിക്കുല്ലി ഫർദിൻ അല്ല ഓരോ ഫർദിനും കൽ മുതയമ്മിമെ തയമ്മം ചെയ്യുന്നതിനെ പോലെ ആ സ്ഥിതിയിൽ. അപ്പൊ തയമ്മം ചെയ്യുന്നവന്റെ മസലയും കിട്ടി, രണ്ടും കിട്ടി. വക്കഥ ഇതുപോലെ തന്നെയാണ് ഗസ്ലുൽ ഫർജി അവന് ഫർജ് കഴുകണം. ഇബ്ദാല് കുത്തത്തെ പഞ്ഞിയെ പകരമാക്കണം. അല്ലത്തി ഫമിഹി ആ ഫർജിന്റെ ഫമിലുള്ളതായ പഞ്ഞിയൊക്കെ പകരമാക്കണം. വൽ ഇസാബത്തി വെച്ച് കെട്ടുന്ന ശീലകളൊക്കെ ഒന്ന് മാറ്റണം. ഇല്ലം തസൽ അൻ മൗദിഹ ആ വെച്ച് കെട്ടുന്ന സാധനം അതിന്റെ സ്ഥലത്ത് നിന്ന് നീങ്ങിയിട്ടില്ലെങ്കിലും ശരി. ഇതൊക്കെ ആർക്കാണ്? നമുക്കറിയാലോ, മറ്റേ മുസ്താഹത്തുകാരത്തി സൽസൽ ബൗലുകാരനൊക്കെ എന്താണ് ചെറിയ കെട്ടൊക്കെ വേണം. മുസ്താഹത്തുകാരത്തിക്കാണ് കൂടുതൽ ഇത് ആവശ്യമാവുന്നത്. അപ്പൊ അവര്